മൈലാഞ്ചിയിൽ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല കടുത്ത കളറോട് കൂടിയ മൈലാഞ്ചി എങ്ങനെ വീടുകളിൽ റെഡിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നല്ല സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ജീരക മൈലാഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മളുടെ പഞ്ചസാരയാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് നമ്മുടെ തേയിലപ്പൊടി ഉണ്ടല്ലോ, ചായപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല കറുത്ത കളറോട് കൂടിയ ജീരക മൈലാഞ്ചി നമുക്ക് വീടുകളിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനൊരു പഴയൊരു പാത്രം മതിയാകും കേട്ടോ, അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഴയ പാത്രങ്ങൾ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനകത്തേക്ക് ഇറങ്ങിയിരിക്കത്തക്ക രീതിയിലുള്ളൊരു ചെറിയ പാത്രം കൂടി നമ്മൾ റെഡിയാക്കി വെക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ്സാണ്. ഇനി നമുക്ക് നമ്മളുടെ മൈലാഞ്ചി റെഡിയാക്കി തുടങ്ങാം. ആദ്യം വേണ്ടത് ജീരകം തന്നെയാണ്. ജീരകം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയും ഞാനിവിടെ ആ ജീരകത്തിൻ്റെ അതേ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തുമാത്രം മൈലാഞ്ചി വേണം അതനുസരിച്ച് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ചായപ്പൊടിയാണ്, തേയിലപ്പൊടി. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നാച്ചുറലായിട്ടുള്ള മെത്തേഡാണ്. കെമിക്കലൊന്നും ചേർക്കാത്ത മൈലാഞ്ചി നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ റെഡിയാക്കാം. പിന്നെ കുറച്ച് മാവ് പൊടിയും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും, 1 ഗ്ലാസ് വെള്ളവും കൂടി വേണേ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജീരകവും പഞ്ചസാരയും തേയിലപ്പൊടിയും കൂടിയുള്ള ആ ഒരു കൂട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ സൈഡ് വശങ്ങളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ടിന്നിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ സ്റ്റീൽ പാത്രം വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പഴയ ടിന്നുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഉള്ള ടിന്നുകളിലൊക്കെ നമുക്കിത് ഉണ്ടാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഗ്ലാസ് ഒന്ന് അതിനകത്തേക്ക് ഇറക്കി വെക്കണം. അതിനൊരു ഭാഗത്ത്, ആ നടുഭാഗത്തെ മാത്രം കുറച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഗ്ലാസ് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ടൈറ്റായിട്ട് അടഞ്ഞിരിക്കത്തക്ക രീതിയിലുള്ളൊരു പാത്രമാണ് വേണ്ടത്. ഞാനിവിടെ ഇതുപോലൊരു പാത്രമാണ് കേട്ടോ വെക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരുന്ന ആ 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ നിന്നും കിട്ടുന്ന ആവി കൊണ്ടാണ് കേട്ടോ നമുക്കുള്ള ആ ഒരു കളറായിട്ടുള്ള മൈലാഞ്ചി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആവി പുറത്ത് പോകാതിരിക്കാൻ നോക്കുക. എങ്കിലാണ് നമുക്ക് ആ ഒരു വെള്ളം നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആവിയൊക്കെ പുറത്ത് പോകുന്നുണ്ട്. ഇങ്ങനെ പോകാതിരിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ മൈലാഞ്ചിയുടെ ആ ഒരു നീര് കിട്ടും. കണ്ടോ, ഇനി ഞാൻ ഇതുപോലൊരു കല്ലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ കുറച്ചും കൂടി നല്ല എളുപ്പത്തിൽ നമുക്ക് ആ ഒരു വെള്ളം കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ മൈലാഞ്ചിയുടെ ആ ഒരു നീരായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആവി വെള്ളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു കളറാണ്. ഈ ഒരു കളറാണ് നമ്മൾ മൈലാഞ്ചിയായിട്ട് നമ്മളുടെ കൈകളിൽ ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് നേരത്തെ ഒരു പണി മതി. അപ്പോൾ നമുക്ക് നമ്മളുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള മൈലാഞ്ചി ഇതുപോലെ, ജീരക മൈലാഞ്ചി ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ആ ഒരു കൈനഖത്തിലിടാൻ പാകത്തിനുള്ളൊരു തിക്നെസ് ആക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ മൈദ യൂസ് ചെയ്യുന്നത്. കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മൈലാഞ്ചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കളർ വരും കേട്ടോ. ഓവർനൈറ്റൊക്കെ ഇട്ട് കിടക്കുവാണെങ്കിൽ നല്ല കളറായിട്ട് വരും. രാവിലെ അതൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നിങ്ങൾക്ക് നല്ല നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചി വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിലാണ് ഞങ്ങളുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് വളരെ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വന്ന വീഡിയോസൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.